ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സൈലം ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ടഫ് തോന്നിപ്പിക്കുന്ന ഒരു ബേസിക് ക്ലാസ് ആണ് ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് കൂട്ടാൻ അറിയില്ല, കുറയ്ക്കാൻ അറിയില്ല, ഗുണിക്കാൻ അറിയില്ല, ഹരിക്കാൻ അറിയില്ല. സാർ എന്തുകൊണ്ടാണ് ഇത് ചിരിച്ചുകൊണ്ട് പറയുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്ന. മറ്റൊന്നല്ല മക്കളെ, നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റിയത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. സോ ഈ ഒരു കുഞ്ഞു വീഡിയോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. നിർബന്ധമായിട്ടും വീഡിയോയുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് പറയാനുള്ളത്, ചോദ്യങ്ങൾ ഇവിടെ കൃത്യമായി തരും, ഫീഡ്ബാക്ക് മസ്റ്റ് ആണ്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് അടുത്തൊരു പാർട്ട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. സോ ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ യെസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് കമൻറ്റ് ചെയ്യുക. മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും ഇൻറ്റു ചെയ്യാനും ഹരിക്കാനും, കൂട്ടാൻ കുറയ്ക്കാൻ ഇൻറ്റു ചെയ്യാൻ ഡിവൈഡ് ചെയ്യാൻ, ഈ നാലെണ്ണമാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ കൂട്ടാനും കുറയ്ക്കാനാണെങ്കിൽ ഒരു സെയിം മെത്തേഡാണ്. നിങ്ങൾ ഇത്ര അയച്ചാൽ മതി. ആദ്യം ഡിനോമിനേറ്റർ അഥവാ ഛേദം തുല്യമാണോ നോക്കുക, സെയിം ആണോ നോക്കുക. ഇവിടെ രണ്ടും 4 അങ്ങനെയാണെങ്കിൽ ഒരു പണിയില്ല, ഇത് രണ്ടും കൂടി കൂട്ടുക. 3 8 കൂട്ടിയ എത്ര? 11. എന്നിട്ട് ആ 4 അങ്ങടിയിൽ എഴുതിയാൽ മതി. രണ്ടും സെയിം ആണ്. ഓക്കെ. കുറയ്ക്കാനാണെങ്കിലോ സെയിം, ഒരു പണിയില്ല, ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. ഇപ്പോൾ ഏത് നമ്പർ ആവട്ടെ രണ്ടും സെയിം ആണെങ്കിൽ 3 5 കുറയ്ക്കുക, -2. -2/4. ഇനി ഇതെങ്ങനെയാണ് ചെറുതാക്കുക എന്ന് വെച്ചാൽ, 2നെയും 4നെയും ഒരേപോലെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന 2ൽ എത്ര 2 ഉണ്ട്? 1. അവിടെ മൈനസ് ഉണ്ട്, സോ -1. ഈ കാണുന്ന 4ൽ എത്ര 2 ഉണ്ട്? 2. അങ്ങനെയാണ് നമ്മൾ വെട്ടിച്ചെറുതാക്കൽ. ഹരിക്കാൻ വെട്ടിച്ചെറുതാക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഡിവിഷനാണ്. 2ലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ 2ലും 4ലും കോമൺ ആയിട്ട് 2 ഉണ്ട്, അതുകൊണ്ടാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. അത്രേ ഉള്ളൂ വെട്ടിച്ചെറുതാക്കുക എന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ കാണുന്ന ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ഇവിടെ രണ്ടും ഡിഫറൻ്റ് ആണ്. ഡിഫറൻ്റ് ആണ്. നിങ്ങൾക്ക് 2 മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തതുപോലെ സെയിം ആക്കുക. അപ്പോൾ 7 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. ഈ കാണുന്ന 7നെ ഈ കാണുന്ന 6 കൊണ്ട് മുകളിലും താഴത്തും മൾട്ടിപ്ലൈ ചെയ്യുക. ഈ കാണുന്ന 6നെ മുകളിലും താഴത്തും ഈ കാണുന്ന 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു സിമ്പിൾ മെത്തേഡാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തൊട്ടും 2 × 6 12 പ്ലസ് 3 × 7 21. അടിയിൽ എന്താണ് വരുന്നത്? രണ്ടും 42 ആണ്. അടിയിൽ രണ്ടും എന്താണ്? 42. 7 × 6 6 × 2. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ 33/42 എന്ന് എഴുതാം. ഓക്കെ, ഇത് സിമ്പിൾ വഴിയാണ്. എന്നാൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് എന്തും ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷനും ചെയ്യാൻ പറ്റും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 6 × 2 6 × 2 പ്ലസ് 7 × 3 ഡിവൈഡഡ് ബൈ 7 × 6. ഇവിടെ ഇൻറ്റു ചെയ്യുക, 7 × 6. ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 12 + 21 ഡിവൈഡ് ബൈ 42. സെയിം ആൻസർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 രീതിയിൽ നിങ്ങൾക്ക് എന്താക്കാം, ആൻസർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഉത്തരം 33 ഡിവൈഡഡ് ബൈ 42. ഇനി ഇതിനെങ്ങനെ വെട്ടിച്ചെറുതാക്കുക എന്ന് വെച്ചാൽ, 33ലും 42ലും ഒരേപോലെയുള്ള നമ്പർ ഏതാണ്? അത് 3 ആണ്. 33ൽ എത്ര 3കളുണ്ട്? 11. 42ൽ എത്ര 3കളുണ്ട്? 13. സോ ഇതിന് ആൻസർ 11/13 എന്ന് എഴുതാം. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് പഠിച്ചു. വെട്ടിച്ചെറുതാക്കാനും പഠിച്ചു, അതോടൊപ്പം തന്നെ എന്തും പഠിച്ചു, യെസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യാനും പഠിച്ചു. ഇത് 2 മെത്തേഡ് ആട്ടോ. ഒന്നെങ്കിൽ ഈ മെത്തേഡ് അല്ലെങ്കിൽ ഈ മെത്തേഡ്, ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. എന്നാൽ ഇൻറ്റു ചെയ്യാൻ അല്ലെങ്കിൽ മൈനസ് ചെയ്യാൻ, ഇതേ ക്വസ്റ്റ്യനെ മൈനസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഒന്നെങ്കിൽ 2 ഭാഗത്തും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടുന്നു? 2 × 3 6, 6 × 7 42 അല്ലേ? 7 × 3 21, 7 × 3 21. ഇതാണ് ആൻസർ വരിക. 42ൽ നിന്ന് 6 കുറച്ചാൽ 36, 36/21 -36/21. ഇത് നേരത്തെ നിങ്ങൾ ചെറുതാക്കിയ പോലെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റുമോ നോക്കുക, ചെറുതാക്കാൻ പറ്റുമോ നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 3 × 2 6, 7 × 6 42 അല്ലേ? 3 × 2 6, 6 - 42 ഡിവൈഡ് ബൈ 3 × 7. ടോപ്പിക് ക്ലിയർ ആയില്ലേ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, സെറ്റാണ്. ഇനി നമ്മൾ എന്തിലേക്ക് പോവുകയാണ്? മൾട്ടിപ്ലിക്കേഷനിൽ പോവുകയാണ്. വളരെ സിമ്പിളാണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക മക്കളെ. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണോ എന്നൊന്നും നോക്കണ്ട. നേരെ ഇതും മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 5 10. ഇതും മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 4 16. ഇത് നമുക്ക് ചെറുതാക്കിയിട്ട് 5/8 എന്ന് എഴുതാം. രണ്ടിലും 2 കോമൺ ആണ്, അങ്ങനെയാണ് നമ്മൾ ചെറുതാക്കുന്നത്. ഈ ക്വസ്റ്റ്യനോ നോക്കി, ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്, പക്ഷേ ഒരു കുഴപ്പമില്ല, നമ്മൾ ഇത് 2 മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 2 ഡിഫറൻറ്റ് ആണെങ്കിൽ നമ്മൾ സെയിം മെത്തേഡ് 3 × 2 6, 5 × 3 15. രണ്ടിലും 3 കോമൺ ആണ്. കണ്ടോ? 2 × 3 6, 5 × 3 15. ഓക്കെ ആണോ? അപ്പോൾ ഇൻറ്റു ആണെങ്കിൽ സിമ്പിൾ ആണ്, നേരെ ഗുണിക്കുക, 2 ഭാഗം അങ്ങോട്ട് ഗുണിക്കാം. പ്ലസ് മൈനസ് ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, അല്ലെങ്കിൽ സാധാ പോലെ ഡിനോമിനേറ്റർ അഥവാ ഛേദം സെയിം ആക്കുക. ഡിവിഷൻ ആണെങ്കിലോ
അല്ലെങ്കിൽ ഈ രീതിയിൽ വരികയാണെങ്കിലോ, ഈ രീതിയിലേക്ക് വരുന്നതിന് ഡിവിഷനും കൂടി പഠിപ്പിച്ചു തരാം. എന്നാൽ പിന്നെ ആ 4 ടോപ്പിക് നമുക്ക് കഴിയും. ആ ടോപ്പിക്കിലേക്ക് വരുന്നതിന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ആ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. മക്കളെ ഇതിൻ്റെ മീനിങ് ഇതാ 2/3 ഡിവൈഡഡ് ബൈ 7/2 ആണ്. അതായത് ഇത്രേ ഉള്ളൂ. A/B ഡിവൈഡഡ് ബൈ C/D ആണ് എങ്കിൽ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് എങ്കിൽ അതിൻ്റെ ഉത്തരം ഇത്രേ ഉള്ളൂ. A/B അങ്ങനെ തന്നെ വെക്കുക, ഇൻറ്റു A/B അങ്ങനെ തന്നെ വെക്കുക, C/Dനെ തിരിച്ച് എഴുതുക D/C. ഇതാണ് ഇതിൻ്റെ ആൻസർ. അതായത് ഏറ്റവും അടിയത്തെ 2 ഏറ്റവും മേലോട്ടും ഇവിടുത്തെ ഇങ്ങോട്ടും വരും. അതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. സോ ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്താണ്? നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ആർക്കെങ്കിലും സ്പീഡ് കൂടുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ റിവൈസ് എടുത്തിട്ട് എന്താക്കുക, ഒന്നുകൂടി കാണാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിൻ്റെ ആൻസർ 2/3 മുകളിലത്തെ ഭാഗം അങ്ങനെ തന്നെ വെക്കുക, എന്നിട്ട് ഇതിനെ തിരിച്ച് എഴുതുക. 7/2നെ 2/7 എഴുതുക. ആൻസർ 2 × 2 4, 3 × 7 21. ആൻസറായി. ഇത്ര ഉള്ളൂ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ചെയ്യാം. അതിൽ ട്വിസ്റ്റുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താ, ഈ രീതിയിൽ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. 1/7 × 3/4, ദാറ്റ് ഈസ് 3/28. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ പ്ലസ് പഠിച്ചു, മൈനസ് പഠിച്ചു, ഇൻറ്റു പഠിച്ചു, ഡിവിഷൻ പഠിച്ചു. ഇനി അത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്താൽ ഫുള്ളായിട്ട് പഠിച്ചു. ഈ കാണുന്ന ക്വസ്റ്റ്യനാണ്. ഈ കാണുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഈ രീതിയിൽ എങ്ങനെ ചെയ്യും? ഇവിടെ ഇപ്പോൾ എന്താണ് ആൻസർ? 2/3 ഡിവൈഡഡ് ബൈ 5 മാത്രമാണ്. 2/3 ഡിവൈഡഡ് ബൈ 5. ആ കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തെന്ന് വെച്ചാൽ ആ 5ന് ഒരു ബൈ 1 കൂടി കൊടുക്കുക. നമുക്കറിയാം 5 എന്ന് പറഞ്ഞാൽ 5/1 ആണ്. അപ്പോൾ ഒന്ന് കൊടുക്കുമ്പോൾ സദാ പോലെ 2/3 × 1/5. കത്തിയോ? യെസ്. അപ്പോൾ എന്താ ആൻസർ വരിക? 2 × 1 2 ഡിവൈഡ് ബൈ 3 × 5 15. ഇതാണ് ആൻസർ. സെയിം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നതെങ്കിലോ 2 ഡിവൈഡഡ് ബൈ 3/5. 2 ഡിവൈഡഡ് ബൈ 3/5. അപ്പോൾ നമ്മൾ 2ന് 1 കൊടുത്താൽ 2/1 ഡിവൈഡഡ് ബൈ 3/5. കത്തിയോ? പറഞ്ഞാൽ മനസ്സിലായോ? സെയിം മോഡൽ. അപ്പോൾ 2/1 × 5/3. 2 × 5 10. ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്താവും, കോൺഫിഡൻസ് കിട്ടും. പല ആളുകളും ഇത് തീരെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഫീൽ ചെയ്തത് അത് നിങ്ങളൊരു സെൻറ്റൻസ് ആയിട്ടോ പാരഗ്രാഫ് ആയിട്ടോ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ സൈലത്തിലെ മാത്സ് ടീച്ചറാണ്, പേര് ഷാഹിദ് റംസാൻ. അതും ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഒരുപാട് കുട്ടികൾ അല്ലാത്ത ആളുകൾ കാണുന്നുണ്ടാവും, അവരൊക്കെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. മക്കളെ ധൈര്യമായിട്ട് സൈലത്തിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അടിപൊളി ക്ലാസ്സുകളായിരിക്കും അവിടെ നൽകുന്നത്. ശാസ്ത്ര ബാച്ചിലുള്ളവർക്കൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനി നമ്മൾ തൊട്ട് മുമ്പ് കണ്ട കുറച്ച് ടഫായിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് ടഫാണെന്ന് തോന്നുന്ന എന്നാൽ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, 2 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു. എങ്ങനെയാണ് ഈ കാണുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക? മക്കളെ ഈ 1.5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? 1.5 1ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 1 അരയിൽ കൂട്ടിയാൽ ഇത് ശരിക്കും 1 + അരയാണ്. 1 + അര. 1.5 എന്നാൽ 3ൻ്റെ പകുതിയാണ്. ഈ 1.5 എന്ന് എഴുതുന്നതും 3ൻ്റെ പകുതി എന്ന് എഴുതുന്നതും സെയിം ആണ്. അതെങ്ങനെയാണ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ ഇതിനെ നമ്മൾ എങ്ങനെ അങ്ങനെ എഴുതുക? ശരിക്കും ഇവിടെ ഇതേ മെത്തേഡ് നമ്മൾ നേരത്തെ പഠിപ്പിച്ച അതേ മെത്തേഡാണ്. 2 1/3 എന്ന് പറഞ്ഞാൽ 2 + 1/3. 2ന് നമുക്ക് ബൈ 1 കൊടുക്കാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തോ. ഒന്നെങ്കിൽ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 2 ഭാഗത്തും, ഇവിടെ 1 കൊണ്ടും. ഇല്ല അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 3 × 2 6, 1 × 1 1, 6 + 1 7, 7/3. 3 × 2 6 + 1 × 1 1 ഡിവൈഡ് ബൈ 1 × 3. അതാണ് ഞാൻ പറയുന്നത് 7/3. ഈ 7/3 എന്ന് എഴുതുന്നതും 2 1/3 എന്ന് എഴുതുന്നതും എന്താണ്? സെയിം ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇതൊന്നും ഈ സ്റ്റെപ്പ് ഇല്ലാതെ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. 3 × 2 6, 6നോട് 1 കൂട്ടുക 7 ഡിവൈഡഡ് ബൈ 3. ഇതാണ് സിമ്പിളായിട്ട് ഇവിടെ കണ്ടുപിടിക്കുക. 3 × 2 6, 6 + 1 7/3. ഇവിടെ ആണെങ്കിലോ 3 × 7 21, 21 + 2 23, 23/3. അത് വേണേൽ മാറ്റി എഴുതി കാണിച്ചു തരാം. 7 + 2/3. 3 × 7 21 + 2 × 1 2/3. ഓക്കെ ആണോ? അപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ 2 1 3 7/3 മൈനസ് 23/3. ഓക്കെ ആണോ? ഇതിനെ 7/3 കിട്ടി, ഇതിനെ 23/3 കിട്ടി. അപ്പോൾ എന്ത് കിട്ടും? ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്, തുല്യമാണ്. സോ ഇത് രണ്ടും കുറച്ചാൽ മതി. 7 23 കുറച്ചാൽ -16/3 ആണ്. സെറ്റാണോ? അപ്പോൾ കുറച്ചുകൂടി കട്ടിയുള്ള ഫ്രാക്ഷൻസ് നമ്മൾ എന്താക്കി ചെയ്ത് പഠിച്ചു. സെയിം രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുമോ നോക്കി. ഇതിൻ്റെ ഫൈനൽ ആൻസർ ആണേ പറഞ്ഞത് 4 × 2 8, 8 + 1 9, 9/4. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. 3 × 5 15, 15 + 2 17, 17/3 ആണ് ഇവിടെ എഴുതിയത്. ഇനി രണ്ട് ഭാഗത്തും എന്താക്കുക? നേരത്തെ ചെയ്തതുപോലെ
ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ ഞാൻ 4-5 ക്വസ്റ്റ്യൻസും കൂടി തരാം, അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ കാരണം മുഴുവൻ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ എന്താക്കണം, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ ആൻസർ കിട്ടിയത് അത്രയും ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ പവറാക്കാൻ വേണമെങ്കിൽ ആൻസർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇത്രയും ഉത്തരം കിട്ടിയ ആളുകൾ 3 ഫൂഫു സ്മൈലി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. ഈ 3 ക്വസ്റ്റ്യൻ ഉത്തരം കറക്റ്റ് ആളുകൾ ഫൂഫു സ്മൈലി, അറിയാത്ത ആളുകൾ കമൻറ്റ് ബോക്സ് നോക്കിയാൽ കാണാൻ പറ്റും. ഒന്നാമത്തെ ഉത്തരം 1 രണ്ടാമത്തെ ഉത്തരം 21. യെസ്, രണ്ടാമത്തെ ഉത്തരം -2/21. ഈ ഉത്തരം കിട്ടിയ ആളുകളാട്ടോ ഈ കമൻറ്റ് ചെയ്യേണ്ടത്. ആണ്. ഓക്കെ, ഈ 3 ക്വസ്റ്റ്യൻ്റെ ഉത്തരം കിട്ടിയ ആളുകൾ എന്താക്കാം, ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. സോ കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണേണ്ടതുണ്ട്. യെസ്, അപ്പോൾ നിങ്ങളുടെ ഞാൻ എന്താ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തായത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഈ സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് ഈ എക്സ് വെച്ചിട്ട് വരാനുണ്ട്. അപ്പോൾ 2/x + 3x/2 = 7, അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ജസ്റ്റ് നിങ്ങളുടെ ഫീഡ്ബാക്കിന് ശേഷം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. സ്മി ഷാഹിദ് റംസാൻ ലേണിംഗ്. ബൈ.